നമുക്കറിയാം ചെറിയ കുട്ടികൾ ഉള്ള വീടുകളിലൊക്കെ പൊതുവെ അവരുടെ നമ്മുടെ വീടുകളിലെ ചുമരുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല അലമ്പാക്കലുണ്ടാവും. പക്ഷേ അവർ നല്ല രീതിയിൽ കുത്തി വരച്ച് നല്ല രീതിയിൽ പല പല അവരുടെ മനസ്സിൽ തോന്നുന്ന പല സംഭവങ്ങൾ കുത്തി വരച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ബാക്കി എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോകുന്ന പെൻസിൽസും ക്രയോൺസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഓർഗനൈസറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും, എല്ലാ സൈഡും ഈക്വലായിട്ട്. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ നമ്മൾ ഓരോ സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇതിന് നമ്മൾ കളർ പേപ്പറും ഗമ്മും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. എല്ലാ സൈഡും ഇതുപോലെ ഈക്വലി ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ എൻഡിലും എല്ലാ കോർണേഴ്സിലുമുള്ള ആ ഒരു സ്ക്വയറിൻ്റെ പകുതി നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ അത് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഓരോ സൈഡും ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ സപ്പോസ് ഇത് ഉണ്ടാക്കാനായിട്ട് കളർ പേപ്പർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാഗസിൻസ് ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള മാഗസിൻസ്, അതിൻ്റെ കവർ പേജസ് ഒക്കെ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കളർ പേപ്പറിലാകുമ്പോഴേക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമെന്ന് മാത്രം. ഇനി കോർണർ സൈഡ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കുക. കോർണർ ഫോൾഡ് ചെയ്ത സൈഡ് തന്നെ വേണം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട്. ഫോൾഡ് ചെയ്തോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നേരെ തിരിച്ച് ഹാഫായിട്ട് മടക്കി അകത്തേക്ക് വെക്കണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ ഒന്നും കൂടെ കാണിക്കുവാണ്. നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം തന്നെ തിരിച്ച് നേരെ തിരിച്ചായിട്ട് മടക്കിയിട്ട് അകത്തേക്ക് വെക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ഇത് അകത്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മൾ അകത്തേക്ക് മടക്കിയത്. ഇനി നേരെ അതിന് തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്ത് തിരിച്ച് മടക്കുവാണ് നമ്മൾ. ഇനി ആ ഭാഗത്ത് കറക്റ്റ് ആ ഒരു ലെങ്ത്തിലുള്ള വേറെ ഏതെങ്കിലും ഒരു കളർ പീസ്, ആ സെയിം പീസ് തന്നെ ആയാലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്, സെയിം ലെങ്ത്തിൽ തന്നെയുള്ളത്. അവിടെ കാണുന്ന ആ സ്ക്വയർ ഷേപ്പിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതി നമുക്ക് ഈ കാണുന്ന ഒരു പേപ്പറും. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്. അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കളർ പേപ്പറിൻ്റെ ബ്ലൂ ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സെയിം തന്നെ വേണമെന്നില്ല, ഡിഫറെൻറ്റ് കളറാണെങ്കിൽ ലാസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കൊരു ക്യൂട്ട്നെസ് ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഞാൻ വേറൊരു കളറ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചും രണ്ട് ഡബിൾ സൈഡായിട്ട് മടക്കി രണ്ട് പോർഷൻസ് ഒരുമിച്ച് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഈ എക്സ്ട്രാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കളർ പേപ്പർ എടുത്ത് ഒന്ന് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ഇനി ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അത് സിമ്പിൾ മെത്തേഡാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒരു രീതിയിലുള്ള മെത്തേഡ്, ഫോൾഡിങ് മെത്തേഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് അപ്പോൾ തന്നെ ഒരു കാര്യം ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്കാണെങ്കിലും കുറച്ച് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ കളർ പേപ്പേഴ്സും ചെയ്തെടുക്കുകയാണ്. ഡാർക്ക് കളർ അല്ലെങ്കിൽ ലൈറ്റ് കളർ ആ ഒരു ഷെയ്ഡിൻ്റെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ കളർ ഒക്കെ ഓർഗനൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മളതൊക്കെ ചെയ്തെടുക്കണേ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡാർക്ക് കളറാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ളിൽ വെക്കുന്ന പീസ് നമുക്ക് ലൈറ്റ് കളറായിട്ട് ചെയ്യാം. അതുപോലെ ലൈറ്റ് കളറാണെങ്കിൽ ഉള്ളിൽ വെക്കുന്ന പീസ് നമുക്ക് ഡാർക്ക് കളറായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 6 പീസസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേസ് വേണം ഇതിന്. ബേസിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. കാർഡ്ബോർഡ് ഹെക്സഗണൽ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ രീതിയിൽ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുന്നതുണ്ട്. കാർഡ് പേപ്പർ വെച്ച് തന്നെ ബേസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു പേപ്പർ ബാസ്ക്കറ്റ് ചെയ്തപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെക്സഗണൽ ഷേപ്പ് കറക്റ്റായിട്ട് പേപ്പർ കൊണ്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്ന രീതി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ ബേസായിട്ട് അടിയിൽ ഒരു കളർ പേപ്പർ ഇതുപോലെ എടുത്തിട്ട് അതിൽ എക്സ്ട്രാ 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്ററോ ഒക്കെ എക്സ്ട്രാ ലെങ്ത്ത് ഓരോ സൈഡിൻ്റെയും ഹെക്സഗണലിൻ്റെ ഓരോ സൈഡിൻ്റെയും ലെങ്ത്ത് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ആ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കേണ്ടതാണ്. സോ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഓരോ എഡ്ജസും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ
ഈ എഡ്ജസ് ഗം ഉപയോഗിച്ചിട്ട് അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, നമ്മൾ ബേസ് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ഓരോ കട്ടിങ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആദ്യം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന 6 പീസസ് ഉണ്ടല്ലോ, ആ പീസസ് നമ്മൾ ആദ്യം ഈ ഹെക്സഗണൽ ഷേപ്പ് വരയ്ക്കുന്നതിന് മുമ്പ് ആ പീസസ് ഒന്ന് എടുത്ത് ആ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് എത്ര റൗണ്ട്, എത്ര സർഫസ് ഏരിയ വേണം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു റൗണ്ട് രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ അളവ് എടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. ഞാനത് എടുത്ത് പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ശരിക്കും ആ ബേസ് ഫുള്ളായിട്ട് അതിനകത്ത് ഫില്ലാവുമല്ലോ. അതുതന്നെ ഞാനിപ്പോൾ 6 പീസസ് എടുത്ത് വെച്ചേക്കണോണ്ടാണ് ഞാനൊരു ഹെക്സഗണൽ ഷേപ്പ് കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 5 പീസസ് ആണെങ്കിൽ നമുക്ക് പെൻറ്റഗണൽ ഷേപ്പിൽ വെട്ടിയിട്ട് ആ രീതിയിലും ചെയ്യാം. ഇനി ഇത് തന്നെ സെയിം രീതിയിൽ നമുക്ക് ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം നമുക്ക് കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, ബുക്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നന്നായിട്ട് വലിയ ചാർട്ട് പേപ്പർ എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീസസ് ഓരോന്നും ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഇതിനകത്തേക്ക് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് അതിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ എക്സ്ട്രാ ഒരു പീസ് എടുത്ത് വെച്ചിരിക്കുന്ന ഭാഗം പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മളിതെല്ലാം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഓരോ പീസസിനെയും നമ്മൾ ഇടയ്ക്കുള്ള കട്ടിങ്സിൽ നമ്മൾ വേറൊരു പീസ് കളർ പേപ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ കളർ പേപ്പർ തന്നെ വെക്കണമെന്നില്ല. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ല കാർട്ടൂൺ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊട്ടിക്കാം, അല്ലെങ്കിൽ മറ്റേ അതുപോലെ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അതൊട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പല ഐഡിയാസൊക്കെ തോന്നുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ക്രാഫ്റ്റുകളുടെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാം. നമ്മളത് ചാനലിൽ ഫോട്ടോസ്, നിങ്ങളുടെ ഫോട്ടോസ് പേര് വെച്ചിട്ട് കാണിക്കുന്നതാണ്. നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് അയച്ചാൽ മതി. കൂടുതലും ഇൻസ്റ്റാ ഐ ഡിയിലേക്ക് അയക്കുമായിരിക്കും എപ്പോഴും കംഫർട്ടബിൾ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ നെയിമും ഡിസൈനർ ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ, നിങ്ങൾ ചെയ്തിരുന്ന ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഫോട്ടോസൊക്കെ അതിനകത്തേക്ക് അയക്കാം. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലുക്ക്? കൊള്ളാമോ? നമ്മളിപ്പോൾ അതിൻ്റെ എല്ലാ സൈഡും ചേർത്ത് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ച് അപ്പം തന്നെ റെഡി ആയെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോരരുത്. കുറച്ച് ടൈം അത് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. കുട്ടികളുടെ പെൻസിൽസ്, സ്കെയില്, പെൻ, അങ്ങനെ ക്രയോൺസ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അവിടെ ഇട്ടായിട്ട് നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്തിടാണ്ട് ഒരു സൈഡിൽ ഒതുക്കി വെക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കുട്ടി ഓർഗനൈസർ അല്ലെങ്കിൽ പെൻ ബോക്സ് ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.